Welcome dear students. In this video, we are going to study how to solve a beam with fixed ends. 3-moment equation യൂസ് ചെയ്തിട്ട് ഫിക്സ്ഡ് എൻഡിലുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഓക്കെ, ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലംസും ഒന്നല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നു, സിംപ്ലി സപ്പോർട്ടഡ് കണ്ടിന്യൂസ് ബീം ആയിരുന്നു, അല്ലെങ്കിൽ ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ബീം ആയിരുന്നു. തേർഡ് ടൈപ്പാണ്, അതായത് ലാസ്റ്റ് ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് ഇഫ് ദ കണ്ടിന്യൂസ് ബീം ഹാവ് എ ഫിക്സ്ഡ് സപ്പോർട്ട് ഇൻ വൺ എൻഡ്. ഒരു എൻഡിലെ ഫിക്സ്ഡ് സപ്പോർട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഓക്കെ, മുന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് വന്നാൽ സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു പഠിച്ചതിന് ശേഷം ഈ പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം. ഈസിയാണ്. ആ ഒരു ഫിക്സ്ഡ് എൻഡിനെ മാറ്റി സിംപ്ലി സപ്പോർട്ടഡ് ആക്കുന്ന ഒരു കൺസെപ്റ്റ് മാത്രമേ അറിയാനുള്ളൂ. ബാക്കി എല്ലതും നമ്മൾ ചെയ്യുന്ന അതേ പ്രൊസീജിയറാണ്. എന്നിരുന്നാലും ഈ ഒരു ഫസ്റ്റ് പ്രോബ്ലം ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് കാണാതെ ചെയ്യുക. അടുത്തൊരു ഹോംവർക്ക് തരും, അത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നത് വരെ ചെയ്യുക. ഓക്കെ, പ്രോബ്ലം ഇതാണ്. അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ യൂസിങ് 3-moment ഇക്വേഷൻ. ഡ്രോ ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. BMD എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ബീം ഇതാണ്. ABC എന്ന് പറഞ്ഞാൽ 3 സപ്പോർട്ടുള്ളൊരു ബീമേ ഉള്ളൂ. ബട്ട് ദ എൻഡ് B ഈസ് ഫിക്സ്ഡ്, എൻഡ് A ഈസ് ഫിക്സ്ഡ് സപ്പോർട്ട്. ഇതിലെ കണ്ടിന്യൂസ് ബീമാണ്. അതിൽ ഒരു എൻഡ് A എന്ന് പറയുന്നത് ഫിക്സ്ഡ് സപ്പോർട്ടാണ്. പിന്നെ AB എന്ന് പറഞ്ഞ ബീമിൽ UDL ആണ് 20 kN/m. BC എന്ന് പറയുന്നതിൽ സെൻട്രലിൽ ഒരു 40 kN എന്ന് പറഞ്ഞിട്ടൊരു ലോഡുണ്ട്. ഇതിൻ്റെ I എന്ന് പറയുന്നത് 2I ആണ്. BCയിലുള്ള I എന്ന് പറയുന്നത് I എന്ന് മാത്രമാണ്. സിമ്പിൾ ടൈപ്പ് പ്രോബ്ലമാണ്. ഈ ഫസ്റ്റ് മോഡൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിക്സ്ഡ് സപ്പോർട്ട്, ഈ എൻഡിലുള്ള ഫിക്സ്ഡ് സപ്പോർട്ടിനെ മാറ്റി നമ്മൾ അവിടെ ഒരു ഇമാജിനറി ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. A0 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു സപ്പോർട്ട്, ഇമാജിനറി ആയിട്ട് A0 എന്ന് പറഞ്ഞ പുതിയൊരു സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ ഇമാജിനറി ലെങ്ത് എത്രയായിരിക്കും? L0 ലെങ്ത് ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഐൻ്റെ വാല്യൂ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇതിൻ്റെ ഏരിയ A0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇങ്ങനെ എല്ലാ വാല്യൂസും 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഒക്കെയാണ്. നമ്മൾ ഈ ഫിക്സ്ഡ് സപ്പോർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, മാറ്റിയിട്ട് ഒരു ഇമാജിനറി സപ്പോർട്ട്, ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഇമാജിനറി ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു വിത്ത് എ സപ്പോർട്ട് ഓഫ് A0 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് അനുസരിച്ച് നമ്മളൊന്ന് നീട്ടി വരച്ചു. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, വെറുതെ ഉള്ള ബീമുണ്ട്, ഈ ബീമിൻ്റെ ഇങ്ങോട്ടേക്ക് നീട്ടിയിട്ട് അതിനൊന്ന് നീട്ടി വരച്ചിട്ടു, സപ്പോർട്ട് മാറ്റിയിട്ട്. ഇനി നമ്മൾ സാധാരണ സോൾവ് ചെയ്യണം. ഇപ്പോൾ എത്ര സപ്പോർട്ടായി? 1 2 3 4 സപ്പോർട്ട്സായി. 4 സപ്പോർട്ട് വരുമ്പോൾ നമ്മൾ 3-moment ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഫസ്റ്റ് 3 സപ്പോർട്ട് കൺസിഡർ ചെയ്യും, പിന്നെ ഈ 3 സപ്പോർട്ട്സ് കൺസിഡർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വി നീഡ് ടു കൺസിഡർ ദ ഫസ്റ്റ് 3 സപ്പോർട്ട്സ് A0 A B. അതായത് 0th സപ്പോർട്ട്, ഫസ്റ്റ് സപ്പോർട്ട്, സെക്കൻഡ് സപ്പോർട്ട്. ഈ 3 സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി 3-moment ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. ബീമൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിന് നമുക്ക് കുറച്ച് വാല്യൂ ഇക്വേഷൻ, 3-moment ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കുറച്ച് വാല്യൂസ് കണ്ടുപിടിക്കാണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബീമിനെ ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്തു. ആദ്യം ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്ത് A0 എന്ന് പറഞ്ഞ ബീമാണ്. ഈ ബീമിൽ ഒരൊറ്റ ലോഡും വന്നിട്ടില്ല. ലോഡ് വരാത്തതുകൊണ്ട് അതിനെന്തുണ്ടാവില്ല, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ ലോഡ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 0. ലോഡ് ഉണ്ടെങ്കിൽ, അന്നല്ലെങ്കിൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സെമി പരാബോള, ഇതൊക്കെ ലോഡ് ഉണ്ടെങ്കിലേ വരുള്ളൂ. ഇതിനെന്തില്ല, ലോഡില്ല. അതുകൊണ്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരില്ല. ബട്ട് ഇതിലെ ലെങ്ത്തും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം അല്ലേ. I0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. L0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. A0 ഏരിയ ഓഫ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഇല്ലാത്തതുകൊണ്ട് ഏരിയ ഓഫ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഈക്വൽ ടു 0. മൊമെൻറ്റ് അറ്റ് A0, ഈ എൻഡിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മൊമെൻറ്റ് അറ്റ് A0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. മൊമെൻറ്റ് അറ്റ് A എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടാണ്. അതായത്
എടിയിലുള്ള സപ്പോർട്ടിനൊക്കെ എന്തുണ്ടാവും, മൊമെൻ്റ് ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ മൊമെൻ്റ് അറ്റ് എ എന്ന് പറയുന്നത് അൺനോൺ ആണ്, ഒരു വാല്യൂ ഉണ്ടാവും. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, സ്മോൾ a1 ഉണ്ടാവും, അതും ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബീമിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി അങ്ങനെ ആയിരിക്കും. ഇനി നമ്മൾ അടുത്തത് രണ്ടാമത്തെ ഫിഗർ കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് AB എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. A0 AB എന്ന് പറഞ്ഞ ബീമിലെ രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള AB കൺസിഡർ ചെയ്തു. AB എന്ന് പറയുന്നത് ഒരു UDL ആണ്. UDLൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒരു സെമി പരാബോളിക് ഷേപ്പ് ആയിരിക്കും. നമ്മൾ വരച്ചു. അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/8 ആണ്. ഇതിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, WL²/8ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് W എന്ന് പറയുന്നത് 20 ഇൻറ്റു L എന്ന് പറയുന്നത് 6² / 8 which we will get 90 kN മീറ്റർ. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് kN/മീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A1 ആണ്. ഇവിടെ A1 എടുക്കാൻ കാരണം എന്താ, ഇതെല്ലാം നമ്മൾ എടുത്തത് A0 സ്മോൾ a0 L0 ഇതൊക്കെ 0th ടേമാണ്, അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിന് 0 എന്നുള്ള ടേമിൽ തുടങ്ങി. അടുത്തതൊക്കെ ഇനി എന്താ 1 2 3 എന്നുള്ള ടേമിൽ പോവും. ദാറ്റ് ഈസ് A1 = 2/3 BH. ദാറ്റ് ഈസ് 2/3 ഇൻറ്റു B എന്ന് പറയുന്നത് 6 ഇൻറ്റു H എന്ന് പറയുന്നത് 90. ഇത് ചെയ്യുമ്പോൾ നമുക്ക് A1 = 360 എന്ന് കിട്ടും. സ്മോൾ A1 എന്ന് പറയുന്നത് എന്താ, സ്മോൾ A1 എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ ഫിഗർ ആയതുകൊണ്ട് ബിയിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, A1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് = 3 മീറ്റർ. L1 ഹിയർ = 6 മീറ്റർ. I1 ഹിയർ = 2I. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഫിഗറിൽ നിന്ന് കിട്ടുന്ന എല്ലാ വാല്യൂസും നമ്മൾ എഴുതി. ഇനി നമ്മൾ ഈ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യണം, 3 മൊമെൻ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 3 മൊമെൻ്റ് ഇക്വേഷൻ എന്താ, സാധാരണ ഒരു ABC എന്ന് പറഞ്ഞ ബീമിന് 3 മൊമെൻ്റ് ഇക്വേഷൻ നമുക്കറിയാം, MA × L1/I1 + 2MB × L1/I1 + L2/I2 + MC × L2/I2 is equal to -6A1 divided by L1I1 minus 6A2 divided by I2L2 plus 6EHA divided by L1 plus 6EHC divided by L2. ABC എന്ന് പറഞ്ഞ ബീമിനാണ് നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതുന്നത്. പക്ഷേ നമ്മളെ ബീം ഹിയർ എന്താ, A0AB ആണ്. ABC എന്നുള്ള സ്ഥലത്ത് നമ്മളുടെ ഇക്വേഷൻ A0AB ആണ്. അപ്പോൾ A ഉള്ളിടത്തൊക്കെ നമ്മൾ A0 കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, B ഉള്ളിടത്തൊക്കെ നമ്മൾ A കൊണ്ട് മാറ്റണം, C ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, B മാറ്റി എഴുതണം. അപ്പോൾ ഇതെന്താവും, MA0 2MA ഇത് MB. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ABC എന്നുള്ള ബീമിലുള്ള സെക്ഷനെ നമ്മൾ 1 2 എന്ന് പറഞ്ഞാണ്ട് എടുത്തത്. പക്ഷേ A0 എന്നുള്ള സെക്ഷന് നമ്മൾ എന്തെടുത്തത്, 0th ടേമും 1th ടേമും. അതായത് നമ്മളിവിടെ A0 L0 ഒക്കെ അല്ലേ എടുത്തത്, ഇവിടെ L1 A1 എന്നൊക്കെ അല്ലേ എടുത്തത്. അപ്പോൾ ഇവിടെ 1 2 എന്ന് എടുക്കണ വരെ നമ്മളിവിടെ 0 1 എന്നാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ L1 I1 എന്നുള്ളത് L0 I0, L1 I1 ഉള്ളത് 1 ഉള്ളിടത്തൊക്കെ നമ്മൾ എന്താക്കണം, 0 ആക്കണം. 2 ഉള്ളിടത്തൊക്കെ നമ്മൾ എന്താക്കണം, 1 ആക്കണം. 2 ഉള്ളിടത്ത് 1 ആക്കി, 2 ഉള്ളിടത്ത് 1 ആക്കി, 1 ഉള്ളിടത്ത് 0 ആക്കണം. 2 ഉള്ളിടത്ത് 1. ഇവിടെ HA എന്നുള്ളത് എന്താവും, HA0, HC എന്നുള്ളത് HB ആവും. ഡൗട്ടില്ലല്ലോ, കാരണം നമ്മൾ A ഉള്ളിടത്തൊക്കെ A0 ആക്കുന്നുണ്ട്, B ഉള്ളിടത്തൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, C ഉള്ളിടത്തൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, B ആക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ ഇക്വേഷൻ എഴുതാം. നിങ്ങൾക്കിത് പറഞ്ഞിട്ട് ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ത് വരും, 1 ഉള്ളിടത്തൊക്കെ 0 എന്നുള്ള ടേമിൽ വന്നു. MA0 അതായത് ഫസ്റ്റ് ബീമിലെ സെക്ഷൻ MA0 × L0/I0 + 2MA അതായത് നമ്മളെ ബീമിൻ്റെ പേരെന്താ, A0AB. ഈ ബീമിൻ്റെ 3 മൊമെൻ്റ് ഇക്വേഷൻ എന്ത് വരും, ഇങ്ങനെ വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ഏതൊക്കെ ടേമാണ് 0, I0ൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഈ ടേം 0. L0/I0 മാത്രം എന്താ 0.
പിന്നെ A0 I0ൻ്റെ ടേം 0, ഈ ടേം 0. ഓക്കെ, അതായത് A0 L0 ഒക്കെ ഉള്ള ടേമൊക്കെ 0 ആയിരിക്കും. ബാക്കി ടേംസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരുള്ളൂ. എന്തൊക്കെയാണ് ബാക്കിയുള്ള ടേം വരുന്നത്? 2MA ഇൻറ്റു L0/I0 പോയി ബാക്കി L1/I1 പ്ലസ് MB ഇൻറ്റു L1/I1 which is equal to minus 6A1 divided by I1 L1 plus 6EHB divided by L1. ഈ ടേം മാത്രമേ ബാക്കി വരുള്ളൂ. ബാക്കി എല്ലാ ടേമും എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോയി, അതായത് 0 ആയിപ്പോയി. ഇതിൽ നമ്മളിനി വാല്യൂസ്, നമുക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് 2MA into 6 divided by 2I plus MB plus MB into 6 divided by I1 എന്ന് പറയുന്നത് 2I ആണ്, 2I which is equal to minus 6 into 360 into 3 divided by 2I into 6 plus 0. ഈ ടേം 0 ആവാൻ കാരണം എന്താ? HB. There is no sinking or settlement, therefore the value of HB equal to 0. Therefore 6EHB divided by L1ൻ്റെ ടേം 0 ആയി. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ വരും? MA plus 0.5 MB is equal to minus 90 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇക്വേഷൻ വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ചെയ്യുന്നതൊക്കെ സിമ്പിളാണെന്ന് വെച്ചാൽ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു സെക്ഷനും കൂടി നമ്മൾ വരച്ചെടുത്തു. എന്നിട്ട് ഈ സെക്ഷനും കൂടി കൂട്ടിയിട്ട് 1 2 3 ബീം കൺസിഡർ ചെയ്തു. ഈ 1 2 3 ബീമിൽ നിന്ന് 0 1 2 ബീമിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ കിട്ടി. അതായത് ഇത് A0AB എന്ന് പറഞ്ഞ ബീമിൻ്റെ ആൻസറാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ABC എന്ന് പറഞ്ഞ ബീമാണ്. ഈ ABC എന്നുള്ള പറഞ്ഞ ബീം നമുക്ക് ചെയ്യാൻ ഈസിയാണ്. നമ്മൾ സാധാരണ ചെയ്ത അതേ മെത്തേഡിലാണ് ഈ ABC എന്ന് പറഞ്ഞ ബീമിന് ചെയ്യുന്നത്. ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എന്താ? ഈ ഒരു സെക്ഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് AB എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തു. AB സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സെമി പരാബോള കിട്ടും. ഇതിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സെയിം വാല്യൂസ് തന്നെയാണ് അപ്പുറത്തും എടുത്തെഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ വാല്യൂസ് അതുപോലെ എഴുതിയെടുക്കുക. എന്തൊക്കെയാണ്? WL²/8ൻ്റെ വാല്യൂ 90 ആയിരുന്നു. A1ൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 360 ആണ്. സ്മോൾ A1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. L1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ കൺസിഡർ ചെയ്തു. ഒരു യൂണിറ്റ് ലോഡാണ് 40 kN വിച്ച് ഈസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ബീം BC ആണ്. ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ട്രയാങ്കിൾ ആണ് വരിക. ഇതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ WL/4 ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂസൊക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റ് WL/4 ദാറ്റ് ഈസ് 40 into 4 divided by 4 which is equal to 40 kN/meter. നെക്സ്റ്റ് A2 സെക്കൻഡ് ഫിഗറാണിത്. 0 1 2 3 എന്നുള്ള സെക്ഷൻ ആയതുകൊണ്ട് സെക്കൻഡ് ഫിഗർ ഹാഫ് ഇൻറ്റു B ഇൻറ്റു H ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു B എന്ന് പറയുന്നത് 4 ഇൻറ്റു H എന്ന് പറയുന്നത് 40. വി ഗെറ്റ് 80. നെക്സ്റ്റ് സ്മോൾ A2 എന്ന് പറയുന്നത് ABC എന്ന് പറഞ്ഞ ബീമിലെ BC ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, സിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് A2 ദാറ്റ് ഈസ് 2. L2 here is equal to 4 meter and here I2 is equal to I. ഇവിടെ ഈ പറഞ്ഞ പോലെ I1 is equal to 2I ആണ്. ഈ ഐൻ്റെ വാല്യൂ എപ്പോഴും എല്ലാവർക്കും മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, മറക്കരുത്. ഇനി
നമ്മളുടെ ബീം എ ബി സി ആണ്. എ ബി സി എന്ന് പറഞ്ഞ ബീമിൻ്റെ 3 മൊമെൻ്റ് ഇക്വേഷൻ എഴുതാൻ നമുക്കറിയാം. നമ്മൾ ബൈ ഹാർട്ട് പഠിച്ച അതേ സെയിം വാല്യൂ തന്നെ. ഇതിൽ ഏതൊക്കെ ടേമാണ് ഇപ്പോൾ പോവുക? ഹിയർ മൊമെൻ്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു എന്ത് വരും? അൺനോൺ ആണ് അല്ലേ. മൊമെൻ്റ് അറ്റ് ബി എന്താ വരിക? അൺനോൺ ആണ്. മൊമെൻ്റ് അറ്റ് സി എന്താ വരിക? സി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എൻഡിലെ ബീമാണ്. അപ്പോൾ അവിടുത്തെ ഈ കണ്ടിന്യൂസ് ബീമിലെ ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഹിഞ്ച് ഓർ റോളർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മൊമെൻറ്റ് 0 ആയിരിക്കും വരിക. അപ്പോൾ ഹിയർ മൊമെൻ്റ് അറ്റ് സി ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ ടേം ഫുള്ള് 0. പിന്നെ എച്ച് എക്ക് വാല്യൂ ഇല്ല, എച്ച് സിക്ക് വാല്യൂ ഇല്ല. അപ്പോൾ ഈ ഒരു 3 ടേമും പോവും. ബാക്കിയുള്ള ടേം മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എം എ ഇൻറ്റു L1/I1 that is 6 divided by 2I plus 2MB into L1/I1 6/2I plus L2/I2 4 divided by I plus C, MC എന്ന് പറഞ്ഞാൽ 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 6 ഇൻറ്റു A1 എന്ന് പറയുന്നത് 360, സ്മോൾ A1 എന്ന് പറയുന്നത് 3 ഡിവൈഡഡ് ബൈ L1/I1 6 ഇൻറ്റു 2I മൈനസ് 6 ഇൻറ്റു A2 എന്ന് പറയുന്നത് 80, സ്മോൾ A2 എന്ന് പറയുന്നത് 2 ഇൻറ്റു I2 എന്ന് പറയുന്നത് 4 ഇൻറ്റു I2 എന്ന് പറയുന്നത് L2 എന്ന് പറയുന്നത് 4, I2 എന്ന് പറയുന്നത് I. ബാക്കിയുള്ള ടേം രണ്ടും 0 ആണ്. ഇതിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യും? 6 പോയി 180 2 3. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഐ എന്ന് പറയുന്നത് ഇതിലൊക്കെ കോമൺ ആണ്. ഐ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി നമുക്ക് ഇതിങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് വരുന്ന ഇക്വേഷനാണ് 3MA പ്ലസ് 14MB ഇസ് ഈക്വൽ ടു മൈനസ് 780 എന്ന് വരും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. രണ്ടാമത്തെ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് ABC എന്ന് പറഞ്ഞ ബീം കൺസിഡർ ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് ഇത്. ഇങ്ങനെ നമുക്കിപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. നമ്മളെ 2 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇക്വേഷൻ MA പ്ലസ് 0.5 MB is equal to minus 90 ആണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ we get 3MA plus 14MB is equal to minus 780. ഈ 2 ഇക്വേഷനും കൂടി നമ്മൾ കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ മാനുവലായിട്ടോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് MA is equal to minus 69.6 kilonewton meter and MB is equal to minus 40.8 kilonewton meter എന്ന് പറഞ്ഞ 2 ആൻസേഴ്സ് കിട്ടും. ഇതാണ് എന്ത് നമ്മളെ അനലൈസ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ആൻസർ. ഇനി നമുക്ക് എന്താ വരക്കേണ്ടത്? ഇതിൻ്റെ BMD വരക്കണം. BMD വരക്കുമ്പോൾ നമുക്കറിയാം A0A എന്ന് പറഞ്ഞ ബീം നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ആകെ കൺസിഡർ ചെയ്യേണ്ടത് എന്താ? ABC എന്ന് പറഞ്ഞ ആ ഒരു ബീം സെക്ഷൻ മാത്രം. സപ്പോർട്ട് വരക്കരുത്. ABC എന്ന് പറഞ്ഞ ആ ഒരു ബീം മാത്രമേ ഉള്ളൂ. A0 ഇവിടെ കൺസിഡർ ചെയ്ത ആ ബീം കൺസിഡർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവിടെ ഒരു വാല്യൂയോ ബെൻഡിങ് മൊമെൻ്റോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആദ്യം ഇനിയിപ്പോൾ കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്തോ A0. പക്ഷേ അവിടെ ഒരു വാല്യൂസും വരില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. AB എന്ന് പറഞ്ഞ ബീമിൽ നമുക്കൊരു UDL ആയിരുന്നു കിട്ടിയത്. അത് നമ്മൾ പാരാബോളിക് ഷേപ്പിൽ വരച്ചു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തേനു കിട്ടിയത്? ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 90 ആയിരുന്നു. പിന്നെ അടുത്തത് ഒരു 40 ഒരു ട്രയാങ്കിൾ വന്നിരുന്നു, യൂണിറ്റ് ലോഡ്. ഇതാണ് അതിൻ്റെ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇനി നെക്സ്റ്റ് വി നീഡ് ടു ഡ്രോ ദ നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അതായത് നമുക്ക് കിട്ടിയ ഈ ആൻസറുകൾ എന്തൊക്കെ? മൊമെൻ്റ് അറ്റ് A ഈക്വൽ ടു ഇത്, മൊമെൻ്റ് അറ്റ് B ഈസ് ഈക്വൽ ടു മൈനസ് 40.8 ആൻഡ് മൊമെൻ്റ് അറ്റ് C ഈസ് ഈക്വൽ ടു 0. ഈ 3 ഇക്വേഷൻസ്
മൊമെൻ്റ് അപ്പോൾ മൊമെൻ്റ് അറ്റ് സി ഈക്വൽ ടു 0, മൊമെൻ്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു -40.8. അടുത്തത് 69 എയിൽ -69.6. ഈ വാല്യൂസൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മളെന്ത് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിലെ ഈ സെക്ഷൻ ഇതെന്താ ബാക്കിയുള്ള സെക്ഷനൊന്നും നമ്മൾ മാർക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണം, രണ്ടും നെറ്റ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രവും ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രവും കൂടി ഒരുമിച്ച് വരുന്ന ഏരിയയാണ് നമ്മൾ മാർക്ക് ചെയ്യാത്തത്. രണ്ടും ഒറ്റക്കൊറ്റക്ക് വരുന്ന ഏരിയ മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ആ ഏരിയയിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ബെൻഡിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ദിസ് പോർഷൻ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. നെറ്റ് ബെൻഡിങ് മൊമെൻ്റ് മുകളിൽ വരുന്നത്, ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് മുകളിൽ വരുന്നത് പോസിറ്റീവ്. ദിസ് ഈസ് നെഗറ്റീവ്, ദിസ് ഈസ് പോസിറ്റീവ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് അടുത്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ വീഡിയോ കറക്റ്റ് ശരിക്കും കാണുക, എന്നിട്ട് മാത്രം കാണാതെ ഒറ്റക്ക് പ്രോബ്ലം ചെയ്ത് നോക്കുക. ഓക്കെ, പ്രോബ്ലംസ് ഒരിക്കലും നോക്കി ചെയ്യരുത്, കാണാതെ തന്നെ ചെയ്യുക. എല്ലതും സെയിമാണ്. ആ മൊമെൻറ്റ് 3 മൊമെൻറ്റ് ഇക്വേഷൻ എഴുതുന്നിടത്ത് മാത്രം കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.